വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കൻ കരാട്ടെ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ഓറ ഗ്ലോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചായിരുന്നു മത്സരം. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. WTSKF അധ്യക്ഷൻ സെൻസായി ജിജോ കുര്യൻ സ്വാഗതം പറഞ്ഞു. സംഘടനാ കേരള ചീഫ് ഷിഹാൻ P. ജോൺസൺ അധ്യക്ഷനായി. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, ഓറ ഗ്ലോബൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജ്യോതി പുലിക്കോട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായി. സെൻസായി ദാമു നന്ദിയും പറഞ്ഞു. വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കൻ കരാട്ടയുടെ 41ാമത്തെ ടൂർണമെൻറ്റാണ്, വാർഷിക ടൂർണമെൻറ്റാണ് ഇന്ന് നടന്നു വരുന്നത്. രാവിലെ 8:30 ആരംഭിച്ചു. പെരിന്തൽമണ്ണ MLA അത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ചാർജുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ മാഷ് ജോൺസൺ മാഷ് 7th റാങ്ക് ബ്ലാക്ക് ബെൽറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി ടൂർണമെൻറ്റ് കുട്ടികളെ ഏകദേശം 670 കുട്ടികൾ ഇന്ന് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു. ഇത്രയും രാത്രിയായിട്ടും തീരുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ടൂർണമെൻറ്റിന് കൂടുതൽ ഇൻവോൾവായി മുന്നോട്ട് വരുന്നത്. പേരൻസും അതിന് പ്രൊട്ടക്റ്റ് ചെയ്തും പ്രോത്സാഹനം കൊടുത്തും പേരൻസും കരാട്ടയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് വരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രാധാന്യം മദ്യത്തിനും മയക്കുമരുന്നും നമ്മുടെ മക്കളെ കാർന്നു തിന്നേണ്ട കാലഘട്ടത്തിൽ കുട്ടികളെ എൻഗേജ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മൊബൈൽ ഫോണിൽ നിന്നുൾപ്പെടെ മാറ്റി നിർത്താൻ വേണ്ടി ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രിയപ്പെട്ട ജോൺസൺ മാഷ് വർഷങ്ങളായി കരാട്ടയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച അധ്യാപകനാണ് ജോൺസൺ മാഷ്. അദ്ദേഹം ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. മാസങ്ങൾ വേണം ഈ ടൂർണമെൻറ്റ് ഇത്രയും നല്ല രൂപത്തിൽ വളരെ മനോഹരമായി കൊണ്ടുപോകാൻ. അത് കേരളത്തിൽ തന്നെ ഒരു മാതൃകയാണ്, ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി കരാട്ട ടൂർണമെൻറ്റ് ട്രഡീഷണൽ ഷോട്ടോക്കൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 41 വർഷം എന്ന് പറയുമ്പോൾ 2 വർഷം കൊറോണ കാരണം ഞങ്ങൾ വിട്ടുപോയി ടൂർണമെൻറ്റ്. എന്നിരുന്നാൽ 1 വർഷം പോലും ഇടവേളയില്ലാതെ മുന്നോട്ട് പോകുന്ന ടൂർണമെൻറ്റാണ്. ഏറ്റവും പ്രചോദനം കിട്ടിയ കുട്ടികൾക്ക് പ്രചോദനം കിട്ടിയ ടൂർണമെൻറ്റാണ്. എല്ലാ കാലഘട്ടത്തെക്കാറ്റും എല്ലാ വർഷത്തെക്കാറ്റും പ്രചോദനം കിട്ടിയ ടൂർണമെൻറ്റാണ്. ഈ ടൂർണമെൻറ്റിനും എല്ലാ പ്രോത്സാഹനവും ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പ്രോത്സാഹനം കരാട്ടയ്ക്ക് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം 11ഓളം ജില്ലയിൽ നിന്ന് 670 വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ ജില്ലാതല മത്സരങ്ങൾ കണ്ടക്ട് ചെയ്തിരുന്നു 4 മാസം 3 മാസം മുമ്പ്. അതിനുശേഷം ആ കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്ത് വന്ന് 670 കുട്ടികളോളം. അത് ഈ പ്രാവശ്യം ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ 800ൻ്റെ മുകളിൽ പോകേണ്ടതാണ്. ക്രിസ്മസ് വെക്കേഷൻ ഒരുപാട് ആളുകൾ ടൂറൊക്കെ പോയി. എന്നിരുന്നാലും ആ വെക്കേഷനൊക്കെ വകവയ്ക്കാതെ ഏറ്റവും കൂടുതൽ കരാട്ടയ്ക്ക് മനസ്സിൽ പ്രചോദനം കണ്ടുകൊണ്ട് കരാട്ടയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. 200ഓളം പെൺകുട്ടികളും 600-ൽ പരം ആൺകുട്ടികളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. തുടർച്ചയായി 8ാം തവണയും 480 പോയിന്റ് നേടി കോട്ടയ്ക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ മാർഷ്യൽ ആർട്സ് അക്കാദമി ബാപ്പുട്ടി ടീം ഓവറോൾ കിരീടം നേടി. $204 പോയിന്റ് നേടി പെരിന്തൽമണ്ണ ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ അക്കാദമി 2ാം സ്ഥാനവും 117 പോയിന്റ് നേടി തൃശൂർ ഷോട്ടോക്കൻ കരാട്ടെ അക്കാദമി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ.